വാഴ്ത്തപ്പെട്ട മദർ ഇലീശ്വ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് പ്രചോദനമെന്ന് ലയോ 14 പാപ്പ. ദരിദ്രരായ പെൺകുട്ടികളുടെ വിമോചനത്തിനായി വാഴ്ത്തപ്പെട്ട മദർ ഇലീശ്വ കാട്ടിയ പ്രതിബദ്ധത സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനായി പ്രവർത്തിക്കുന്ന ഏവർക്കും പ്രചോദനമെന്ന് ലയോ 14 പാപ്പ. നവംബർ 12 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ ഇറ്റാലിയൻ ഭാഷയിൽ ആളുകളെ അഭിസംബോധന ചെയ്യവെയാണ് പാപ്പ മലയാളികൾക്ക്, പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയ്ക്ക് അഭിമാനവും സന്തോഷവും നൽകുന്ന ഈ പ്രത്യേക പരാമർശം നടത്തിയത്. Sabato scorso a Kochi, nello stato indiano del Kerala, è stata beatificata Madre Eliswa Vakail, vissuta nel XIX secolo, fondatrice del Terz'Ordine delle Carmelitane Scalze Teresiane. Il suo coraggioso impegno in favore dell'emancipazione delle ragazze più povere è fonte di ispirazione per quanti operano nella Chiesa e nella società per la dignità della donna. നവംബർ 8 ശനിയാഴ്ച വല്ലാർപാടം ബസിലിക്കയിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ട നിഷ്പാദുക കർമ്മലീത്ത മൂന്നാം സഭയുടെ സ്ഥാപക കൂടിയായ മദർ ഇലീശ്വയെ പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. ഇന്ത്യയിലെ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ ശനിയാഴ്ച 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മദർ ഇലീശ്വ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ പാപ്പ, മദർ ഇലീശ്വയാണ് നിഷ്പാദക കർമ്മലീത്ത മൂന്നാം സഭയുടെ TOCDയുടെ സ്ഥാപകയെന്ന് അനുസ്മരിച്ചു. നവംബർ 8 ശനിയാഴ്ച വൈകുന്നേരം 4:30 വല്ലാർപാടം ബസിലിക്കയിൽ മദർ ഇലീശ്വയെ വാഴ്ത്തപ്പെട്ടവളെന്ന് പ്രഖ്യാപിച്ച ചടങ്ങിൽ മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ലയോ 14 പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും പെൺകുട്ടികൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂൾ ആരംഭിക്കുകയും ചെയ്ത മദർ ഇലീശ്വ കേരളത്തിൽ സ്ത്രീ നവോത്ഥാനത്തിനായി പ്രവർത്തിച്ചവരിൽ ഒരാളാണ്.